കുറച്ചു ദിവസം മുമ്പാണ് വയനാട് സ്വദേശിയായ ഒരു യുവാവ് മതസംഘടനയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ ഭാര്യയും കുട്ടികളും പോലും തന്നോട് സംസാരിക്കുന്നില്ലെന്നും കുടുംബത്തിൽ നിന്ന് തനിക്ക് ഭ്രഷ്ട് കൽപ്പിച്ചെന്നും ചൂണ്ടിക്കാട്ടി ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഇതേ സമയത്ത് തന്നെയാണ് അതേ സംഘടന തങ്ങളെ ഊരുവിലക്കെന്ന് ചൂണ്ടിക്കാട്ടി ദമ്പതികളും അവരുടെ സഹോദരിയും വാർത്താ സമ്മേളനം നടത്തിയത്. ഇതോടെയാണ് കൊടുവള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൊരൂൽ ത്വരീഖത്തിന്റെ വിചിത്രമായ ആചാരങ്ങൾ പുറം ലോകം അറിയുന്നത്. ഒടുവിൽ ഈ കൂട്ടായ്മയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ്. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്താണ് കൊരൂൽ ത്വരീഖത്ത്? എന്തിനാണ് ഇവർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്? എന്തെല്ലാമാണ് ഇവരുടെ ആചാരങ്ങളും നിയമങ്ങളും? നോക്കാം. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസ കൂട്ടായ്മയാണ് കൊരൂൽ ത്വരീഖത്ത്. ഇസ്ലാമിക ത്വരീഖത്ത് എന്ന് തോന്നാമെങ്കിലും ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളെ പിന്തുടരുന്നവരല്ല ഇവർ. ഇസ്ലാമിലെ അടിസ്ഥാന ആശയങ്ങളായ നിസ്കാരം, ഹജ്ജ് തുടങ്ങിയവയ്ക്ക് ഇവർ എതിരാണ്. പുതിയ കാലത്ത് ചില വിശ്വാസികൾ വീടുകളിൽ നിസ്കരിക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ നിർബന്ധമായും കൊരൂൽ ത്വരീഖത്ത് പറയുന്ന സ്ഥലത്തെത്തി മതപഠനം നടത്തണം. 3 ആഴ്ചയിൽ കൂടുതൽ ഈ ക്ലാസിൽ നിന്ന് വിട്ടുനിന്നാൽ കുടുംബത്തിൽ നിന്നടക്കം ഭ്രഷ്ട് കൽപ്പിച്ച് ഊരുവിലക്കും. ഒരാൾ സംഘടനയിൽ നിന്ന് പുറത്തു പോയാൽ അയാളോട് പിന്നെ കുടുംബാംഗങ്ങൾ പോലും ബന്ധപ്പെടാനോ സംസാരിക്കാനോ പാടില്ല. ആരെങ്കിലും ബന്ധം തുടർന്നാൽ ഇവരെയും സംഘടനയിൽ നിന്ന് പുറത്താക്കും. ത്വരീഖത്തിലുള്ളവരെ മാത്രമേ വിവാഹം ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ പ്രണയവിവാഹം പാടില്ല. വിവാഹം കഴിയാത്തവർ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കരുത്, സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കരുത്, താടി വെക്കരുത് തുടങ്ങി ജീവിതത്തിന്റെ അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ തള്ളിക്കളയുന്ന നിയമങ്ങളും കൊരൂൽ ത്വരീഖത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് മാത്രമല്ല കൊരൂൽ ത്വരീഖത്ത് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ. ഷാഹുൽ ഹമീദ് എന്ന വ്യക്തിയാണ് നിലവിൽ കൊരൂൽ ത്വരീഖത്തിന്റെ തലവൻ. ഇയാളെ പ്രവാചകനായിട്ടാണ് വിശ്വാസികൾ വിലയിരുത്തുന്നത്. ജനാധിപത്യ അവകാശമായ വോട്ട് പോലും ഇയാൾ പറയുന്ന വ്യക്തിക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ത്വരീഖത്തിൽ നിന്ന് പുറത്തു വന്നവർ പറയുന്നത്. നിർബന്ധിതമായി വർഷാവർഷം പ്രായപൂർത്തിയായ വ്യക്തിയിൽ നിന്ന് 3000 രൂപ ലവി പിരിവുണ്ടെന്നും ഇതിൽ ഭൂരിപക്ഷവും ത്വരീഖത്തിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിക്കാണ് പോകുന്നതെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. മുസ്ലിം മതവിശ്വാസികളായിരിക്കുമ്പോഴും ഹജ്ജ് കർമ്മത്തിന് ഇവർ എതിരാണ്. പകരം പുത്തൻ വീടെന്നറിയപ്പെടുന്ന ഷാഹുൽ ഹമീദിന്റെ വീട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ഹജ്ജ് ചെയ്താൽ മതിയെന്നാണ് നിർദ്ദേശം. മക്കയിലെ ഹജ്ജ് കർമ്മം കല്ലിനെ ആരാധിക്കുന്നതാണെന്നാണ് ഇവരുടെ വാദം. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുന്ന ഈ നിയമത്തിൽ എന്തെങ്കിലും തെറ്റിച്ചാലോ കൂട്ടായ്മയ്ക്കെതിരെ പ്രതികരിച്ചാലോ ആ വ്യക്തിയെ പിന്നെ ഭ്രഷ്ട് കൽപ്പിക്കുകയാണ്. 21-ാം നൂറ്റാണ്ടിൽ പിറന്ന് 25 വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും ഗോത്രാചാരങ്ങൾക്ക് സമാനമായ രീതിയിൽ വിശ്വാസത്തിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് കൊരൂൽ ത്വരീഖത്ത് മുന്നോട്ട് പോകുന്നത്. തങ്ങൾ നേരിട്ട കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി ത്വരീഖത്തിൽ നിന്ന് ഊരുവിലക്ക് നേരിട്ടവരിൽ ചിലർ നൽകിയ പരാതിയിലാണ് ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്. എന്തായിരിക്കും കമ്മീഷന്റെ തുടർ നടപടികളെന്ന് കാത്തിരുന്ന് കാണാം.